ഹലോ മക്കളെ, ഇന്ന് പാറുക്കുട്ടി നല്ല ഹാപ്പിയാണ് കേട്ടോ. കാര്യം അവളെ ഫ്രണ്ട്സിലൊന്ന് അവരുടെ വീട്ടിലേക്ക് വരികയാണ്, അതിൻ്റെ സന്തോഷമാണ്. കയ്യിൽ കവറൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ചോദിച്ചു കയ്യിലെന്താ കവറൊക്കെ എന്നോ. ഒന്നുമില്ല ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ വാ വാ അകത്തേക്ക് വാന്ന് വിളിച്ചിട്ട് ഞാൻ അവർക്ക് അവിൽ മിൽക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. അവിൽ മിൽക്ക് കൊടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നീയാ ലൈബ എങ്ങനെയുണ്ട് മക്കളെ അവിൽ മിൽക്ക് ഒന്ന് ആൻറ്റിക്ക് പറഞ്ഞു തരുമോ ചോദിച്ചു. അപ്പോൾ അവർ പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ആൻറ്റീന്ന്. ഓക്കെ ഓക്കെ, ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, എന്തായാലും അവരത് കുടിക്കുന്നുണ്ട്. പിന്നെ പാറുക്കുട്ടി വന്നിട്ട് ഇതാ ബ്രസ്ലെറ്റും മാലയും കൊണ്ട് വന്നിട്ട് അവളേതോ ഉത്സവപ്പറമ്പെന്ന് വാങ്ങിയ മാലയും ബ്രസ്ലെറ്റും ആണ് കേട്ടോ. അങ്ങനെ പാറുക്കുട്ടി ബ്രസ്ലെറ്റ് നീക്കും കൊടുത്തു, മാല ലൈബയ്ക്കും കൊടുത്തിട്ടോ. ഇതാ കൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നത്, അതെന്തോ ലവിൻ്റെ സിമ്പിളാണ്, ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ആർക്കറിയാം എന്തോ ആണ്, ഐ ലവ് യു എന്നാണ്. നോക്കി ഐ ലവ് യു എന്നാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാ ലച്ചു വന്നു. അവളെ നമ്മളെല്ലാ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലച്ചുവിനെ നമ്മൾ അയൽവാസിയാണ് കേട്ടോ. അപ്പോൾ ഇവളെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ ഇവർ ഇവിടുന്ന് ഡാൻസ് കളിക്കുന്നു, റീൽസ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ ഏതാണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അവർക്ക് ഞാൻ വിട്ടുകൊടുത്തു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യപ്പാന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഞാനും സെൽഫിയൊക്കെ എടുക്കാൻ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ച സമയമായപ്പോൾ നല്ല വിശപ്പ് ഗൈസ്. ഞങ്ങൾ ഫുഡ് എത്താൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും കുഴപ്പമില്ല, നമുക്ക് നല്ല അൽഫാം മന്തിയൊക്കെ കിട്ടിയിട്ടോ. അങ്ങനെ ഞാനും പാറുക്കുട്ടിയും ലൈബയും നീയും കൂടി ഞങ്ങൾ മന്തി തട്ടി വിട്ടു ഗൈസ്. നല്ല ടേസ്റ്റുള്ള മന്തി ആയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അവർ പറയുന്നത്. എന്തായാലും നല്ല ടേസ്റ്റുള്ള മന്തി തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ അവരെ ഞാൻ ഓട്ടോയിൽ കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം വണ്ടി എല്ലാവരും കൂടി കൊള്ളൂല. ഒരാളെ പാലത്തു, മറ്റൊരാളെ കുമാരസ്വാമി ഇറക്കണം. അങ്ങനെ പാലത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്കൊരു ലൈമ് കുടിച്ചാലോ എന്ന്. കേട്ട വടി ഓക്കെ ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ലൈം ഓർഡർ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് വേണ്ട കടി എന്താ വെച്ചാൽ സെലക്ട് ചെയ്തു പറഞ്ഞു. അവരവിടുന്ന് സമൂസയും പിന്നെ എന്താ ഉന്നക്കായൊക്കെ സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചോക്കോബാറും കഴിച്ചു. പിന്നെ പാറുക്കുട്ടി പറഞ്ഞു, നിൻ്റെ അച്ഛനതടി വന്നിട്ട് നിനക്ക് പോകാനുള്ള സമയമായി എന്ന് നീയനോട് പറഞ്ഞു. നീയെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നീയെ പോകുന്ന സമയത്ത് പാറുക്കുട്ടി ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ നീയെ പോയി. പിന്നെ നമ്മൾ ലൈബ കുട്ടീനെ കുമാരസ്വാമി കൊണ്ടാക്കണം. അങ്ങനെ അവളെ ഉമ്മ വന്നു കേട്ടോ. ഉമ്മ വന്നപ്പോൾ അവളെ ഉമ്മ ബേപ്പൂരിൽ നിന്നാണ് വരുന്നത്, ടൗണിൽ വർക്ക് ചെയ്യാണ് ജ്വല്ലറിയിൽ. എന്തായാലും അവളെ ഉമ്മേനെ നമ്മൾ കണ്ടു, ബൈ ബൈ പറഞ്ഞ് പോകാനുള്ള പരിപാടി അവർ നോക്കുകയാണ്, ഞങ്ങൾ നോക്കുകയാണ്. ലൈബക്കുട്ടി ടാറ്റയൊക്കെ തന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പാറുക്കുട്ടീനെ ലൈബക്കുട്ടീനെയും നീയക്കുട്ടീനെയും ഞങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നമുക്ക് സപ്പോർട്ടും ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ.